ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. നമ്മുടെ വീടുകളിലുള്ള ഗ്ലാസ് കൊണ്ടുള്ള എല്ലാ ഐറ്റംസും, അതുപോലെ വാളിലുള്ള ടൈല്, ഗ്യാസ് സ്റ്റൗ, ടേബിള്, ഗ്ലാസിന്റെ ടേബിള്, അതുപോലെ വിൻഡോ ഒക്കെ നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതലും ബെല്ലൈക്കന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൊല്യൂഷനിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് കർപ്പൂരം. 2 പീസ് കർപ്പൂരമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ എടുത്തുള്ളത് ഒരു ടൂത്ത് പേസ്റ്റ് ആണ്. അത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്കായിട്ട് നമ്മൾ എടുക്കുന്നത് വാസ്ലിൻ ജെല്ലിയാണ്. കുറച്ച് വിനാഗിരി കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്ലീനിങ് ചെയ്യാനുള്ള സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ കർപ്പൂരം ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാസ്ലിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വിനാഗിരിയാണ്. ഇതെല്ലാം കൂടെ ഈ അരിപ്പയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പൊ ഇത് ലയിച്ച് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അരിപ്പയിൽ വെച്ചിട്ട് നല്ലോണം തന്നെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. വാസ്ലിന് ഇതിൽ യോജിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യാം. നമുക്ക് എത്രത്തോളമാണ് സൊല്യൂഷൻ വേണ്ടതെങ്കിൽ അത്രേ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിലേക്ക്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് കളർ സൊല്യൂഷൻ ആണ് കേട്ടോ കിട്ടുക. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ എളുപ്പത്തിനായിട്ട് ഒരു സ്പ്രേ നോസിലിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമ്മൾ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാൻ. ഇതെന്റെ ഗ്ലാസ് ടോപ്പാണ്. ഇത് നോർമൽ രീതിയിൽ ഞാനൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇനി നല്ല ഗ്ലൈസിങ്ങും പിന്നെ ഈച്ച പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സൊല്യൂഷൻ കൊണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് വെച്ചിട്ട് എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഗ്ലൈസിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ക്യാമറയിൽ കാണുന്നത് നല്ലൊരു ഷൈനിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്ലാസിന്റെ മുകളിൽ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ പോലും പാടൊന്നും വീഴുന്നില്ല കേട്ടോ. ഇതെന്റെ കിച്ചണിലുള്ള ചെറിയൊരു ടേബിളാണ്. അപ്പൊ എപ്പോഴും പ്രാണികളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു മുൻപ്. ഈ സൊല്യൂഷൻ ഞാൻ ഉപയോഗിക്കുന്നതിന് ശേഷം വരാറില്ല കേട്ടോ. ഈ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ക്ലീൻ ആയി തന്നെ കിട്ടും നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ. നല്ലൊരു ഷൈനിങ് ആണ് കേട്ടോ. ഇത് വീടിന്റെ സിറ്റ് ഔട്ടിലേക്കുള്ള ജനലാണ്. അപ്പോൾ സോഫയിൽ കയറിയത് എപ്പോഴും മക്കൾക്ക് തുറക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും ഇതില് അവരെ കൈയിന്റെ പാടുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ ഈ സൊല്യൂഷൻ വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോ. അപ്പോ നല്ലൊരു ഷൈനിങ്ങും പെട്ടെന്ന് തന്നെ കൈയിന്റെ പാടുകളൊന്നും വീഴാത്ത ഒരു ഇതും കിട്ടുന്നുണ്ട് കേട്ടോ. ഗ്ലാസുകൾ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ തടി കൊണ്ടുള്ള ഐറ്റംസും നമ്മുടെ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ മുകളിലുള്ള ഗ്ലാസ് ഞാൻ തുടക്കാത്തതും താഴെയുള്ള ഗ്ലാസ് ഞാൻ തുടച്ചതുമാണ് കേട്ടോ. ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് തൊടുമ്പോഴൊന്നും വരയൊന്നും വീഴുന്നില്ല കേട്ടോ. അപ്പൊ ഇത് നല്ല വൃത്തിയിലും ഷൈനിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കിച്ചണിലെ സ്ലാബിലൊക്കെ കിച്ചൺ പ്രാണിയൊന്നും ഇരിക്കാതെ നല്ല നീറ്റായിട്ട് നല്ല സ്മെല്ലോട് കൂടി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ സൊല്യൂഷൻ വെച്ചിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ നമ്മുടെ ഗ്ലാസുകളും ഡോറുകളൊക്കെ നമുക്ക് കണ്ടീഷൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൊല്യൂഷൻ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ ബെല്ലൈക്കന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.